ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷം കണക്കിലെടുത്ത് താൽക്കാലികമായി നിർത്തിവെച്ച പിണറായി സർക്കാരിന്റെ 4ാം വാർഷികാഘോഷം അടുത്ത ദിവസം മുതൽ തന്നെ തുടരാൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർദ്ദേശിച്ചു. വാർഷിക പരിപാടികൾ മെയ് 13 മുതൽ നേരത്തെ നിശ്ചയിച്ച പ്രകാരം നടത്താൻ മുഖ്യമന്ത്രി നിർദ്ദേശം നൽകി. ജില്ലാതല സംസ്ഥാനതല യോഗങ്ങളും എന്റെ കേരളം പ്രദർശനവും മേഖലാ അവലോകന യോഗങ്ങളും മെയ് 13 മുതൽ നിശ്ചയിച്ച പ്രകാരം നടക്കും. മാറ്റിവെച്ച മലപ്പുറം ജില്ലാതല യോഗം ഉൾപ്പെടെ 13 വരെ നിശ്ചയിച്ചിട്ടുള്ള മറ്റു യോഗങ്ങളുടെ തീയതി പിന്നീട് അറിയിക്കും. ഏപ്രിൽ 21-നാണ് സംസ്ഥാന സർക്കാരിന്റെ 4ാം വാർഷികാഘോഷത്തിന് തുടക്കമായത്. എല്ലാ ജില്ലകളിലും മുഖ്യമന്ത്രി പങ്കെടുക്കുന്ന യോഗങ്ങൾ, മേഖല തിരിച്ച് 4 കൂടിച്ചേരലുകൾ, പ്രദർശന വിപണന മേളകൾ തുടങ്ങിയ പരിപാടികളാണ് സർക്കാർ നടത്തുന്നത്. മെയ് 30 വരെയാണ് വാർഷികാഘോഷം തീരുമാനിച്ചിട്ടുള്ളത്. അതേസമയം മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മുഖാമുഖത്തിന് 21 ലക്ഷം അനുവദിച്ചു. 4ാം വാർഷികാഘോഷവുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രി യുവജനങ്ങളുമായി സംവദിക്കുന്ന പരിപാടിയാണ് മുഖാമുഖം. കായിക യുവജനകാര്യ വകുപ്പിൽ നിന്ന് മെയ് മാസം 8-നാണ് തുക അനുവദിച്ചത്. മുഖാമുഖം പരിപാടിക്ക് പ്രതിനിധികളെ പങ്കെടുപ്പിക്കുന്നതിനുള്ള യാത്രാ ചെലവിനും യാത്രാമധ്യേ ഭക്ഷണം, കുടിവെള്ളം എന്നിവ ലഭിക്കുന്നതിനും ഭക്ഷണം, കുടിവെള്ളം എന്നിവ കൊടുക്കുന്നതിനും 13 ലക്ഷമാണ് അനുവദിച്ചത്. രജിസ്ട്രേഷൻ ചെലവ് 3.5 ലക്ഷം, ബാഗ്, പേന, പാഡ്, ടാഗ്, ID കാർഡ്, ബാഡ്ജ് എന്നിവയ്ക്ക് 3.5 ലക്ഷം, വീഡിയോ വാൾ, ലൈവ് പ്രസന്റേഷൻ, സ്കിൽ ആൻഡ് വീഡിയോ ഡോക്യുമെന്റേഷൻ എന്നിവയ്ക്ക് 4 ലക്ഷവും മറ്റുള്ളവയ്ക്ക് 50,000 രൂപയും അടക്കം 21 ലക്ഷമാണ് മുഖാമുഖത്തിന് അനുവദിച്ചിരിക്കുന്ന തുക ഇനിയും ഉയരും. സംഘർഷം തീരുന്നു എന്ന തോന്നലിൽ തന്നെയാണ് പിണറായി വിജയൻ വീണ്ടും തന്റെ ആഘോഷ പരിപാടികളുമായി മുന്നോട്ട് പോകുന്നത്. എങ്ങനെയും ആഘോഷം നടത്തി ഖജനാവ് കാലിയാക്കണമെന്ന ഉദ്ദേശം മാത്രമാണ് പിണറായി വിജയനുള്ളത്. അതുകൊണ്ട് തന്നെ ആഘോഷം മാറ്റിവെക്കേണ്ടി വന്നത് നല്ലൊരു ആശങ്കയുണ്ടാക്കിയിരുന്നു. കാരണം തിരഞ്ഞെടുപ്പ് അടുത്തു വരുന്ന സാഹചര്യത്തിൽ സർക്കാരിന്റെ അപദാനങ്ങൾ പാടിപ്പുകഴ്ത്താൻ ഇത്തരം ആഘോഷങ്ങൾ ഗുണകരമാകും എന്നാണ് പിണറായി വിജയന്റെ പക്ഷം.